സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. ഞാനതുകൊണ്ട് കുറച്ചു കാലമായിട്ട് മരണദിവസം പോകാറില്ല. ആരെ കണ്ടാലും അവർ എന്നോട് അല്ലെങ്കിൽ ചേട്ടാ, സാറേ, അല്ലെങ്കിൽ എന്തെങ്കിലും വിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അങ്കിൾ എന്ന് വെച്ചുകൊണ്ട് ഒന്ന് ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യണം. ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ഏറ്റവും പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ് വിജയ്. വിലായത്ത് ബുദ്ധയ്ക്ക് എന്ത് പറ്റി? കൈ പൊള്ളിയോ? തീർച്ചയായിട്ടും കൈ പൊള്ളുക എന്നുള്ളതല്ല, വാഷ് ഔട്ട് എന്നൊക്കെ പറയില്ല, അതുപോലെയായിരുന്നു. ഒരിക്കലും പൃഥ്വിരാജിന്റെ സിനിമയ്ക്ക് അങ്ങനെ സംഭവിക്കാറില്ല. അദ്ദേഹം ആദ്യം ചെയ്ത സിനിമ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച കെ ബാലചന്ദ്രന്റെ അപൂർവ രാഗങ്ങൾ എന്ന് പറഞ്ഞ സിനിമയാണ്. ആ സിനിമയിൽ മെഡിമിക്സ് ഒരു കഥാപാത്രമായിരുന്നു. കീർത്തി സുരേഷ് മലയാളത്തിൽ ചെയ്യാൻ പോകുന്ന ഒരു പടമുണ്ട്, പെപ്പയും കീർത്തി സുരേഷും കൂടെ. അതിന്റെ വർക്ക് ഇപ്പോൾ അടുത്ത മാസം തുടങ്ങും. ഒറ്റ കാര്യം ഇൻസിസ്റ്റ് ചെയ്തുള്ളൂ എന്നാ പറയുന്നു, ആർട്ടിസ്റ്റുകളെ നിങ്ങൾ മാറ്റാം, പക്ഷെ സോപ്പ് മാറ്റാം. അത് ബിസിനസ്സുകാരുടെ മക്കളായിട്ട് കൂട്ടുകൂടരുതെന്നാണ്. അവർ അയച്ചത് എന്താന്ന് വെച്ചാല്, ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ബന്ധുക്കളല്ലാത്ത 3 പേരുടെ സാക്ഷ്യപത്രം കൊണ്ടുവരണം. ടാക്സി എന്ന് പറഞ്ഞാൽ അതും ഇന്നത്തെ തിരിച്ചറിവ് വെച്ച് നോക്കുമ്പോൾ അതൊരു കള്ള ടാക്സി ആയിരുന്നു. നമ്മുടെ കേരള ഗവർണർ, ഇപ്പോഴത്തെ ഗവർണറെ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോ അത് ശിവഗിരിയിൽ വെച്ചാണ് ഞാൻ കാണുന്നത്. മെഡിമിക്സ്, മേളം, സഞ്ജീവനം എന്നീ ആഗോള ബ്രാൻഡുകളുടെ സാരഥിയായ പ്രമുഖ വ്യവസായിയും ചലച്ചിത്ര നിർമ്മാതാവും നാടക സിനിമാ നടനും എഴുത്തുകാരനുമായ ശ്രീ എ വി അനൂപാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ എ വി അനൂപ്. നമസ്കാരം. നമ്മൾ സംസാരിക്കുന്ന ഈ വേളയിൽ താങ്കൾ ചലച്ചിത്ര പ്രവർത്തകൻ കൂടിയാണല്ലോ, നിർമ്മാതാവുമാണ്, നടനുമാണ്. മലയാള സിനിമയിലെ ഒരു പ്രശസ്തനും പ്രതിഭാശാലിയുമായ സലീം കുമാർ വിട പറഞ്ഞ വേളയാണ്. അദ്ദേഹത്തോടൊപ്പം കുറേ ചിത്രങ്ങൾ, താങ്കൾ നിർമ്മിച്ച ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ എങ്ങനെയാണ് ഓർക്കുന്നത്? അല്ല, നല്ലൊരു നടനായിരുന്നു. ഹാസ്യ നടൻ മാത്രമല്ല, എല്ലാ വേഷവും അറിയാമല്ലോ, നാഷണൽ അവാർഡ് വരെ കിട്ടിയിട്ടുള്ള ആളാണ്. നല്ലൊരു സ്വഭാവ നടനായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരോടും പെരുമാറാനും അതുപോലെ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട്. പക്ഷേ ചെറുപ്രായത്തിലെ നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് വളരെ വിഷമമുള്ള കാര്യമാണ്. ഞാൻ ആദ്യം ശ്രീ ബാലേന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത ദേ ഇങ്ങോട്ട് നോക്കി എന്ന ചിത്രത്തിലാണ് ആദ്യം എൻ്റെ സിനിമയിൽ അഭിനയിച്ചത്. അതിന് യുഗപുരുഷനിൽ അഭിനയിച്ചപ്പോഴാണ് ഞാൻ അദ്ദേഹവുമായി കൂടുതൽ അടുത്തത്, യുഗപുരുഷൻ്റെ ഷൂട്ടിംഗ് വേളയിലെല്ലാം. അപ്പോൾ അതൊരു നല്ല അനുഭവമായിരുന്നു. ഏറ്റവും അവസാനം പട എന്ന സിനിമയിലുണ്ട്, ക്രിസ്ത്യൻ ബ്രദേഴ്സിലുണ്ട്. അങ്ങനെ ഞാൻ ചെയ്ത പല സിനിമയിലും അദ്ദേഹം ഉണ്ടായിരുന്നു. വളരെ അകാലത്തിലായിപ്പോയി ആ വേർപാട്. അത് മാത്രമല്ല, ഇപ്പോൾ താങ്കൾ ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിലും ഈ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ, തമിഴ്നാട്ടിൽ തന്നെ മലയാളം മിഷൻ ചാപ്റ്ററിൻ്റെ പ്രസിഡൻ്റാണ്. അങ്ങനെയുള്ള ഒട്ടേറെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഇടപെടുന്ന ഒരു മലയാളി കൂടിയാണ്, ഒരാഗോള മലയാളിയാണ്. പക്ഷേ ഈ സമീപകാലത്തായിട്ട് ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നവരാണെങ്കിലും, ഇപ്പോൾ സെലിബ്രിറ്റികളുടെ ഭൗതികദേഹം പൊതുദർശനത്തിന് വെക്കുന്ന വേളയിലെല്ലാം ഈ റീൽസ് എടുക്കാൻ വേണ്ടി ഈ ആൾക്കാരുടെ ഒരു തെള്ളിക്കയറ്റം, അതിൻ്റെ ഒരു അങ്ങേയറ്റത്തെ ഇതായിരുന്നു ഈ സലീം കുമാറിൻ്റെ സംസ്കാര വേളയിൽ മകന് ഒച്ച വെച്ച് അവരോട് മാറി നിൽക്കാൻ പറയേണ്ടി വന്നു. ഈ ഒരു പുതിയ ഒരു കൾച്ചർ, അതിനെ കൾച്ചർ എന്ന് പറയാൻ പറ്റില്ല, അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അല്ല, അത് കാണാൻ പ്രേക്ഷകർ ഉള്ളത് കൊണ്ടാണ് ഈ ഇത് കൂടുതൽ സംഭവിക്കുന്നതെന്ന് തോന്നുന്നു. എല്ലാ മീഡിയയും അവിടെ ഉണ്ട്. ഞാനതുകൊണ്ട് കുറച്ചു കാലമായിട്ട് മരണദിവസം പോകാറില്ല സെലിബ്രിറ്റീസിൻ്റെ. അത് കഴിഞ്ഞ് ഒരാഴ്ചയോ 10 ദിവസമോ കഴിഞ്ഞാണ് ഇപ്പോൾ നമ്മുടെ പ്രിയ നടൻ ശ്രീനിവാസൻ മരിച്ചപ്പോഴും ഞാൻ അതാ ചെയ്തത്. അപ്പോൾ ഉള്ള ഗുണം എന്താ വെച്ചാൽ, വീട്ടുകാരായിട്ട് കുറേ നേരം ഇരുന്ന് സംസാരിക്കാം, അവരുടെ ഭാവി പരിപാടികൾ എല്ലാം നമുക്ക് മനസ്സിലാക്കാനും പറ്റും. ഇതിപ്പോൾ അവിടെ തള്ളി കയറാമെന്ന് മാത്രമേ ഉള്ളൂ. അത് ചില സമയത്ത് അതൊരു ആഘോഷമാക്കി മാറ്റുന്നില്ലേ എന്നൊരു സംശയമൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഒരു മോശം പ്രവണതയല്ലേ അത്? തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് വേറെ സെലിബ്രിറ്റീസ് വരുമ്പോൾ അവരോടൊപ്പം സെൽഫി എടുക്കാനുള്ള തള്ളിക്കയറ്റും. അപ്പം മീഡിയക്കാർ മാത്രമല്ല, സാധാരണ ജനങ്ങളും അത് ചെയ്യുന്നുണ്ട്. അത് അവരുടെ പ്രൈവസിയിലേക്ക് അത് കടന്നു കയറ്റമാണ്. അത് തീർച്ചയായിട്ടും നമ്മളുടെ വീട്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോഴേ നമുക്കത് ഫീൽ ചെയ്യുള്ളൂ. ഇപ്പോൾ തമിഴ്നാട്ടിൽ 4 പതിറ്റാണ്ടായി താമസിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ അവിടെ ഒരു ചലച്ചിത്ര നടൻ മുഖ്യമന്ത്രിയായി, ജോസഫ് വിജയ്. എങ്ങനെ കാണുന്നു ഈ മാറ്റത്തെ? പ്രതീക്ഷിച്ചിരുന്നു? ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അദ്ദേഹം കുറേ സീറ്റുകൾ നേടുമെന്നും വലിയൊരു സ്വാധീനം ഉണ്ടാക്കുമെന്നും നമുക്കറിയാം, എല്ലാ പ്രഡിക്ഷൻസിലും ഉണ്ടായിരുന്നു. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ ക്യാമ്പയിനുകൾ എങ്ങനെയോ ജനം ഏറ്റെടുത്തു. അത് ചെറുപ്പക്കാരാണ് ആദ്യം ഏറ്റെടുത്തത്, പിന്നെ സ്ത്രീകൾ ഏറ്റെടുത്തു, പിന്നെ അത് എല്ലാ പ്രായക്കാരും ഏറ്റെടുത്തു. ഇപ്പം ഞാൻ പോലും അവസാനം എൻ്റെ മനസ്സ് മാറി. എൻ്റെ വീട്ടിൽ പോലും എല്ലാവരും, എൻ്റെ ഓഫീസിലെല്ലാവരും. ഇതെല്ലാം തലേ ദിവസം വരെ അങ്ങനെ ചിന്തിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അപ്പം മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി മാതിരിയാണത്. അത് വളരെ റയറായിട്ട് അങ്ങനെ സംഭവിക്കുള്ളൂ. ആരെ കണ്ടാലും അവർ എന്നോട് അല്ലെങ്കിൽ ചേട്ടാ, സാറേ, അല്ലെങ്കിൽ എന്തെങ്കിലും വിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അങ്കിൾ എന്ന് വിളിച്ചുകൊണ്ട് ഒന്ന് ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യണം, ഇദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യണം. അങ്ങനെ അത് പടർന്ന് കയറിപ്പോയി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് തലേ ദിവസം മുതലാണ് ആ ഒരു തരംഗത്തിലേക്ക് കടന്നതെന്ന് എനിക്ക് തോന്നുന്നു.
അപ്പോൾ വോട്ടിംഗ് ദിവസം അത് പലരും മാറി ചിന്തിച്ചു. ഇപ്പൊ താങ്കൾ ഒരു നിർമ്മാതാവ് കൂടിയാണ്. ഇപ്പം MG രാമേന്ദ്രൻ അല്ലെ MGR മുഖ്യമന്ത്രിയായിട്ടിരുന്ന വേളയിൽ അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുകയും ചെയ്യാറുണ്ട്. അതെ. പക്ഷെ ഇപ്പൊ ജോസഫ് വിജയ് പറയുന്ന അദ്ദേഹം സിനിമ അഭിനയം നിർത്തി എന്നുള്ളതാണ്. അത് വാസ്തവത്തിൽ ഇൻഡസ്ട്രിക്ക് കൂടെ ഒരു ദോഷമല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സിനിമകൾ മലയാളികൾക്ക് പോലും അത് ഒരുപക്ഷെ കേരളത്തിൽ ഇന്ന് ഏറ്റവും പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ് വിജയ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു നഷ്ടം തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രിയാണ്, അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ MGR ആണെങ്കിൽ പോലും എത്രയോ കാലം പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അതിനു മുമ്പ് DMK ഉണ്ടായിരുന്നു, അങ്ങനെ വന്ന ഒരു പാരമ്പര്യമുണ്ട്. ഇത് 2 വർഷം കൊണ്ട് ഇത്രയും നേടാൻ സാധിച്ചെങ്കിൽ എൻ്റെ ചില സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ ഫാൻസ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ഞാനിത് ശ്രദ്ധിക്കാറുണ്ട്. കഴിഞ്ഞൊരു 10 വർഷത്തിലധികമായിട്ട് എല്ലാ ഡിസ്ട്രിക്റ്റിലും എല്ലാ സ്ഥലത്തും അവർ ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും ഫാൻസിന് മാത്രമല്ല ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അവർ പ്ലാൻ ചെയ്തു വന്നിരുന്നു. ഒരുപക്ഷെ അതായിരിക്കാം പാർട്ടി ഇല്ലെങ്കിലും അതുപോലെ തന്നെ ഒരു ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടായിരുന്നു അവർ പ്രവർത്തിച്ചത്. തീർച്ചയായിട്ടും. നിർമ്മാതാവ് എന്നുള്ള നിലയിൽ 30-ലധികം സിനിമകൾ നിർമ്മിച്ചു. വിലായത്ത് ബുദ്ധയ്ക്ക് എന്ത് പറ്റി? കൈ പൊള്ളിയോ? തീർച്ചയായിട്ടും കൈ പൊള്ളുക എന്നുള്ളതല്ല, വാഷ് ഔട്ട് എന്നൊക്കെ പറയില്ല, അതുപോലെയായിരുന്നു. അത് OTT പോലും വന്നില്ലല്ലോ. ഇല്ല, അത് വലിയ തീരെ പ്രതീക്ഷിക്കാത്തൊരു അനുഭവമായിരുന്നു. കുറേ സോഷ്യൽ മീഡിയയിലും നെഗറ്റീവായിട്ട് കുറേ കമൻറ്റുകളും അറ്റാക്കും ഒക്കെ ഉണ്ടായിരുന്നു. സിനിമ തീരെ മോശമാണെന്ന് പറയാൻ പറ്റില്ല. വളരെ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണെങ്കിലും പിന്നെ നമുക്കറിയാലോ വളരെ അറിയപ്പെടുന്ന ഒരു നോവലിനെ അടിസ്ഥാനപ്പെടുത്തി എടുത്ത സിനിമയാണ്. അത് വളരെ ചർച്ച ചെയ്യപ്പെട്ട രചനയായിരുന്നു. ഒരുപക്ഷെ ഈ വിലായത്ത് ബുദ്ധ എന്നുള്ള പേര് ചിലപ്പോൾ നെഗറ്റീവ് അടിച്ചു കാണും. അത് എന്താണെന്ന് മനസ്സിലായി കാണില്ല. ഇതൊരു ഒരിക്കലും പൃഥ്വിരാജിന്റെ സിനിമയ്ക്ക് അങ്ങനെ സംഭവിക്കാറില്ല. പൃഥ്വിരാജിന്റെ ഇതിന് മുമ്പ് ഞാൻ ചെയ്ത എസ്ര എന്ന് പറഞ്ഞ സിനിമയാണ്. അന്ന് അതുവരെയുള്ള പൃഥ്വിരാജിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ആദ്യ വാരം ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അതുപോലെ ഈ സിനിമയ്ക്ക് തൊട്ട് മുമ്പുള്ള സൂക്ഷ്മദർശിനിയും അത് വലിയ വിജയമായിരുന്നു. വൻ വിജയമായിരുന്നു. ശരിക്കും ഇത് OTT പോവാത്ത എന്ത്? അല്ല, അത് ആദ്യമായി അവര് സൈൻ ചെയ്തിട്ട് പിന്നെ പിന്മാറിയതാണ്. അപ്പൊ അതിന്റെ ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. സിനിമ ഒരു വിജയമാകാത്തതുകൊണ്ട്. അത് മാത്രമല്ല, മൊത്തത്തിൽ ഇന്ന് മലയാള സിനിമ OTT എടുക്കുന്നതൊക്കെ വളരെ ശ്രദ്ധിച്ചൊക്കെയാണ്. മുമ്പത്തെ ആ ഒരു ഇപ്പൊ എല്ലാവരും കണ്ടന്റ് ഉണ്ടല്ലോ, നിറയെ കണ്ടന്റ് ഉണ്ടല്ലോ. അപ്പൊ കൊറോണ കഴിഞ്ഞ ആ ഒരു പീരീഡില് ഏത് സിനിമയാണെങ്കിലും അവർ എടുക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. ഇപ്പൊ അത് മാറി. അതുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് കുറച്ച് സൂക്ഷിക്കണം. സിനിമ വൻ വിജയമായാൽ തന്നെ ഒരു ഡിമാൻഡ് ഉണ്ടാകുള്ളൂ, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ചിത്രം വിജയിച്ചാൽ ആ വിജയത്തിൽ പങ്കാളിയാവാൻ എല്ലാവരും ഉണ്ടാകും. പക്ഷേ ഈ ഒരു ചിത്രം പരാജയമാകുമ്പോൾ നടുക്കടലിലാകുന്ന നിർമ്മാതാവ് മാത്രമാണോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അല്ല, അത് ആദ്യകാലം മുതലേ അങ്ങനെ തന്നെയാണ്. ഇതിപ്പോൾ ഇപ്പോൾ ഉണ്ടായതല്ല. പക്ഷേ ഓരോ കാലഘട്ടത്തിലും നമ്മുടെ പുതിയ പുതിയ മേഖലകൾ തുറന്നു വരികയാണ്. ഇപ്പം ഞാൻ സിനിമാ രംഗത്തേക്ക് വരുന്ന സമയത്ത് സാറ്റലൈറ്റ് തുടങ്ങിയ സമയമായിരുന്നു. സിനിമ അനൗൺസ് ചെയ്യുമ്പോഴേക്കും തന്നെ ചാനലുകൾ അല്ലെങ്കിൽ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് നമ്മളെ തേടി നമ്മുടെ ഓഫീസിൽ വരുമായിരുന്നു. അപ്പം തന്നെ ഒരു അഡ്വാൻസ് ചെക്ക് തരുമായിരുന്നു. സാറ്റലൈറ്റ് റൈറ്റ്. അപ്പോൾ അവർ തരുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് സിനിമയുടെ ഒരു 1/4 ചിലവ് നമുക്ക് അതിൽ തീർക്കാൻ പറ്റുമായിരുന്നു. അത് കഴിഞ്ഞ് അതില്ല, തീരെ ഇല്ല. പിന്നെയാണ് OTTയുടെ ഒരു ഇത് വരുന്നത്. അപ്പോൾ OTT ആണെങ്കിലും അഡ്വാൻസ് ഒക്കെ കിട്ടിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ മറ്റൊരു അവസരം തുറന്നിരിക്കുകയാണ്. ഒരുവിധം അറിയപ്പെടുന്ന സിനിമയായിട്ട് മാറുകയാണെങ്കിൽ റിലീസിന് മുമ്പ് ഓവർസീസ്, ഒരുപക്ഷെ കേരളത്തിനേക്കാൾ കൂടുതൽ കളക്ഷൻ ഇന്ന് വരുന്നത് ഓവർസീസാണ്. ഓവർസീസ് റൈറ്റ് നേരത്തെ ഉണ്ടായിരുന്നില്ലേ? ഇല്ല. എന്നുവെച്ചാൽ വളരെ എന്തെങ്കിലും തുച്ഛമായ തുക ആരെങ്കിലും തന്ന് നമുക്ക് എന്ത് കിട്ടിയാലും അത് ലാഭം എന്ന് വിചാരിച്ചിരുന്നതാണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കോടികളാണ് അവിടെ നിന്ന് വരുന്നത്. മലയാള സിനിമയ്ക്ക് അവിടെ വലിയ ഡിമാൻഡായി. അതാണ്. അതിപ്പോൾ OTT ഭാഷ മാത്രം നോക്കാതെ ആളുകൾ സിനിമ കാണാൻ തുടങ്ങി. മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഇപ്പോൾ കൊറിയൻ സിനിമകളെയൊക്കെ പോലെ ലോക ജനത ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അത് പക്ഷേ എല്ലാ സിനിമകൾക്കും അവസരം കിട്ടുന്നില്ല. പൊതുവേ മലയാള സിനിമയ്ക്ക് ഇപ്പം നല്ല കാലമാണോ? കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ തിയേറ്ററുകളിൽ വരുന്ന ചിത്രങ്ങൾ ഒന്നിൽ വളരെ ഹൊറർ, ത്രില്ലർ എന്നൊക്കെ പറഞ്ഞ് നല്ല കോമഡി ചിത്രങ്ങളൊന്നും കാണാൻ പോലും ഇല്ലല്ലോ. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഇന്നിപ്പോൾ കോമഡി നടന്മാരെ ആവശ്യമില്ല, അല്ലാതെ തന്നെ രസിപ്പിക്കുന്ന സീനുകൾ സിനിമയിൽ ഉള്ളതുകൊണ്ടായിരിക്കാം സീരിയസ് രംഗങ്ങളിൽ പോലും നമുക്ക് ചിരി വരുന്ന പല സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ പറയാൻ പറ്റില്ല. പ്രതിസന്ധിയിലൊന്നും അല്ല, പ്രതിസന്ധിയല്ല. അല്ല, എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും നല്ല രീതിയിൽ പോകുന്നത് മലയാള സിനിമയാണ്. കാരണം കഴിഞ്ഞ 2 വർഷമായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സൂക്ഷ്മദർശിനിയൊക്കെ ഇറങ്ങിയ വർഷം
എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമയാണ്. പക്ഷേ ടോപ്പ് 10 പോലും സൂക്ഷ്മദർശിനി ഇല്ല. ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമകളിൽ ടോപ്പ് 10 പോലും ഇല്ല. അതിനെക്കാട്ടി കളക്ഷനുള്ള വേറെ സിനിമ വന്നു. എത്രയോ മടങ്ങ് കൂടുതലുള്ള സിനിമകളുണ്ടായിരുന്നു. അപ്പം അത് തമിഴിലൊക്കെ ഒരു സിനിമയൊക്കെയാണ് വിജയിക്കുന്നത്. ഹിന്ദി സിനിമകളിൽ അടുത്ത കാലത്ത് നമ്മൾ പേരുകളെ കേൾക്കുന്നില്ല വിജയിച്ച സിനിമകളുടെ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ മലയാള സിനിമയ്ക്ക് സുവർണ്ണകാലാണെന്ന് ഞാൻ പറയുള്ളൂ. അല്ല, പണ്ടൊക്കെ ആണെങ്കിൽ നല്ല തിരക്കഥകൾ, ഇപ്പോൾ പത്മരാജന്റെ ഒക്കെ കാലത്ത് ഭരതൻ ഇതൊക്കെ പറയുന്ന ഒരു കാലം, നല്ല തിരക്കഥകൾ, നല്ല കഥകളൊക്കെ വരുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ വരുന്നുണ്ടോ? അങ്ങനെയുള്ള കാലഘട്ടത്തിന്റെ മാറ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് പ്രേക്ഷകന് വേണ്ടത് കൊടുക്കുന്നു, പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ തമിഴിൽ അങ്ങനെ പരീക്ഷണങ്ങളില്ല. മലയാള സിനിമയിൽ നമ്മളിപ്പോൾ ഒരു 20 സിനിമ റിലീസ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ 20നും ഡിഫറെന്റ് ജോണർ കാണാം. പല പരീക്ഷണങ്ങളുണ്ട്. കോളേജ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതുണ്ട്, പ്രായമായവർക്ക് വേണ്ടിയിട്ടുണ്ട്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുണ്ട്, അങ്ങനെയുള്ള ജോണറുകളുണ്ട്. അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ പണ്ട് തമിഴിൽ നല്ല പരീക്ഷണം നടന്നിരുന്നു. ഇപ്പൊ തന്നെ കെ ബാലേന്ദ്രൻ, ഇപ്പൊ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം അന്തരിച്ച ഭാരതിരാജ ഇന്ത്യൻ സിനിമയിലെ തന്നെ വളരെ വലിയ വ്യത്യസ്തനായ ഒരു സംവിധായകനായിരുന്നു. തീർച്ചയായിട്ടും. പക്ഷെ ഇപ്പൊ തമിഴിൽ അങ്ങനെ വരുന്നില്ല. ഇന്നിപ്പോ ആക്ടേഴ്സ് തന്നെ അവരുടെ ക്യാരക്ടേഴ്സ് പെർമനന്റ് ആയിട്ട് ഒരേ ഒരു രീതിയിലുള്ള കഥാപാത്രങ്ങൾ ചെയ്തു പോവുക, റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നില്ല. എന്നാൽ ഇല്ല എന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ അടുത്ത കാലത്ത് ഒരു സിനിമയിൽ അഭിനയിച്ചൊരു ചെറിയ സിനിമയായിരുന്നു, സിറേ എന്ന് പറഞ്ഞിട്ട്, തമിഴില്. അതെ, ജഡ്ജിയുടെ വേഷത്തിൽ. അപ്പൊ ആ സിനിമയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ വൻ വിജയമായിരുന്നു അത്. ആ ജഡ്ജി ഒരു മനുഷ്യപ്പറ്റില്ലാത്ത ജഡ്ജി. താങ്കളോട് ഒരു വെറുപ്പ് വന്ന അത്ര നല്ല അഭിനയമായിരുന്നു. അതുകൊണ്ടാണ്. പക്ഷെ ആ ഒരു കഥാപാത്രം വളരെ ഒരു പ്രതിയെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അല്ല, പക്ഷെ സത്യത്തില് അദ്ദേഹമാണ് നീതിമാനായ ജഡ്ജി. കാരണം കോടതി അലക്ഷ്യം എന്നൊക്കെ പറയില്ലോ. അപ്പൊ കോടതിയിൽ പ്രതി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക, അതിന് മുമ്പത്തെ ജഡ്ജി അവന് എന്തൊക്കെയോ വാക്കുകൾ കൊടുത്തിരുന്നു എന്ന് പറയുക, കൊണ്ടുവന്ന പോലീസുകാരെ യൂണിഫോം ഇല്ലാതെ വന്ന് എന്തെങ്കിലുമൊക്കെ കയറി വർത്താനം പറയാം. അപ്പൊ തീർച്ചയായിട്ടും കർശനമായിട്ട് തന്നെ അവിടെ പെരുമാറണം. പക്ഷെ ആ കഥാപാത്രം ഭയങ്കര കയ്യടി നേടിയല്ലേ. മാത്രമല്ല സിനിമയുടെ ഒരു വലിയ ട്വിസ്റ്റ് ആയിരുന്നു ക്ലൈമാക്സിൽ. അപ്പൊ ആ സിനിമ വിജയിക്കാൻ തന്നെ ഒരു കാരണം ആ കഥാപാത്രമാണ് എന്ന് പലരും പറയുന്നുണ്ട്. അതിനുമുമ്പ് തന്നെ മറ്റേ രജനീകാന്തിന്റെ വേട്ടയ്യനിലും ജഡ്ജിയായിട്ട് അഭിനയിച്ചു അല്ലേ? രജനീകാന്തിനോടൊപ്പം ഉണ്ടായിരുന്ന അനുഭവം അങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, സിനിമ രംഗത്ത് എങ്ങനെയാന്ന് വെച്ചാല് ഈ സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകളിൽ അത്ര ഒരു സുഖമായിരിക്കില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചോളം അത് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. എൻ്റെ പുസ്തകം യു ടേണിൽ പോലും ഞാൻ അദ്ദേഹമായിട്ട് നടത്തിയൊരു യാത്രയെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ല മനുഷ്യനാണ്, യാതൊരു സംശയമില്ല. പക്ഷെ ഈ സൂപ്പർ സ്റ്റാർ സിനിമകളിൽ തമിഴിൽ മറ്റുള്ളവരെ അങ്ങ് മാറ്റി നിർത്തുകയാണ്, അകറ്റി നിർത്തുന്ന ഒരു പ്രവണതയാണ്. അപ്പോൾ ആദ്യമേ നമ്മളോട് പറയും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകരുത്, സംസാരിക്കരുത്, ഫോട്ടോ എടുക്കരുത്. എനിക്ക് തന്നെ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി. ഞാൻ എൻ്റെ സെൽഫി ആ സെറ്റിൽ വെച്ച് എടുത്തപ്പോൾ ഉടനെ അവർ ഷൂട്ടിംഗ് നിർത്തുകയും ടെക്നിക്കൽ ആളുകൾ വന്ന് എൻ്റെ മൊബൈൽ പരിശോധിക്കുകയും ഞാൻ പുറത്തുനിന്ന് എടുത്ത സീനുകൾ പോലും ഫോട്ടോസ് പോലും അവർ ഡിലീറ്റ് ചെയ്യും. അപ്പോൾ അതിന് അവർക്ക് അർഹതയൊന്നുമില്ല. പക്ഷെ ഒരു നടൻ, ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഞാനത് ക്ഷമിച്ചു. പക്ഷെ സിനിമയുടെ രംഗങ്ങൾ പുറത്തു പോകുന്നുള്ള സിനിമയുടെ രംഗമൊന്നും നമ്മൾ എടുത്തിട്ടില്ല. നമ്മൾ സെൽഫിയാണ് എടുത്തിരിക്കുന്നത്. അവിടുത്തെ ഒരു സെറ്റാണ് എന്ന് മാത്രം. പിന്നെ നമ്മൾ അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടോ ടേംസ് ആൻഡ് കണ്ടീഷൻ വെച്ചിട്ടൊന്നുമില്ല നമ്മൾ പോകുന്നത്. പക്ഷേ അത് മാത്രമല്ല, ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും മലയാള സിനിമയിൽ കിട്ടിയ ഒരു സുഖം എനിക്ക് ആ വലിയ സെറ്റിൽ കിട്ടിയിട്ടില്ല. രജനീകാന്തോട്ടുള്ള ഒരടുപ്പം സിനിമ വെച്ചിട്ടല്ല ഞാൻ ചോദിക്കുന്നത്. ആ ഒരു രജനീകാന്തിനെ എങ്ങനെയാ കാണുന്നത്? രജനീകാന്ത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ആ നിലയിലുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ. കാരണം നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അത്ര ഉയർന്ന നിലയിൽ അല്ലെങ്കിൽ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. ലോകം മുഴുവൻ ആരാധകരുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ എളിമ, അദ്ദേഹത്തിൻ്റെ ലാളിത്യം. അപ്പം ഞാൻ ഈ ഒരിക്കൽ ഡൽഹിയിലേക്ക് എയർ ഇന്ത്യയുടെ ബിസിനസ് ക്ലാസ്സിലിരിക്കുമ്പോൾ അടുത്ത സീറ്റിൽ അദ്ദേഹം ഇരിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം മറ്റുള്ളവർ ശ്രദ്ധിക്കാതിരിക്കാൻ മാസ്ക് ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അദ്ദേഹം ആദ്യം ചെയ്ത സിനിമ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച കെ ബാലചന്ദ്രൻ്റെ അപൂർവ രാഗങ്ങൾ എന്ന് പറഞ്ഞ സിനിമയാണ്. ആ സിനിമയിൽ മെഡിമിക്സ് ഒരു കഥാപാത്രമായിരുന്നു. താങ്കൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. അതിനകത്ത് നായിക കമലഹാസനാണ് നായകൻ. നായിക ജയസുധ മെഡിമിക്സ് വീടുകൾ തോറും കൊണ്ടു വിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പൊ അദ്ദേഹം കെ ബാലേന്ദ്രൻ എന്തുകൊണ്ടാണ് അതിൽ തെരഞ്ഞെടുത്തതെന്ന് നമുക്കറിയില്ല. അങ്ങനെ ഒരു മനഃപൂർവ്വം ഒന്നുമല്ല. നമുക്ക് പരിചയം തന്നെയില്ല, ബന്ധം ഒരു പരിചയം അന്നില്ല. അത് മാത്രമല്ല, പിന്നീട് ഹിന്ദിയിലും തെലുങ്കിലും ഒക്കെ ഈ സിനിമ നിർമ്മിച്ച സമയത്ത് അദ്ദേഹം ഒറ്റ കാര്യം ഇൻസിസ്റ്റ് ചെയ്തുള്ളൂ എന്നാ പറയുന്നു: ആർട്ടിസ്റ്റുകളെ നിങ്ങൾ മാറ്റാം, പക്ഷെ സോപ്പ് മാറ്റരുത്. അതൊരു ഭയങ്കര പബ്ലിസിറ്റി. അപ്പൊ അദ്ദേഹം തന്നെ അത് വേദിയിലൊക്കെ വിളിച്ച് പറയാറുണ്ട് അങ്ങനെ. അത് ഒരുപക്ഷെ മെഡിമിക്സ് ഇന്നത്തെ മെഡിമിക്സ് ആയി ലോകം മുഴുവൻ അറിഞ്ഞത് ആ സിനിമയിൽ
സിനിമയിലൂടെ ആയിരിക്കും. ഇന്നും ആളുകൾ കാണുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു ചരിത്രമുണ്ട്. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് രജനീകാന്ത് തുടക്കം ഞങ്ങൾ അതിൽ വെച്ചാണ് തുടങ്ങുന്നത്. പിന്നെ ഞാൻ നാടകം അഭിനയിക്കുന്നതിനെ കുറിച്ചും പിന്നെ സഞ്ജീവനം ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡൽഹിക്ക് യാത്ര ചെയ്യുന്ന അദ്ദേഹത്തിനോടൊപ്പം ആരുമില്ല, അസിസ്റ്റൻസ് ആരുമില്ല കൂടെ. അപ്പൊ ഇന്നാണെങ്കിൽ ഇവിടെ പുതിയ നടന്മാർ പോലും 3-4 അസിസ്റ്റൻസ് ഒക്കെ ആയിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ അതെന്താ, അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതുപോലെ ഇറങ്ങുന്ന സമയത്ത് പെട്ടി മേലെന്ന് അദ്ദേഹം ഇറക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങാം. അദ്ദേഹം തൊടാൻ പോലും സമ്മതിച്ചില്ല. ഞാൻ തന്നെ ചെയ്തോളാം, അതിന്റെ ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. പക്ഷേ എഗെയിൻ അദ്ദേഹം എന്നെ ഞെട്ടിപ്പിച്ചത് അവിടെയല്ല. അത് കഴിഞ്ഞൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മാനേജർ എന്നെ വിളിക്കുകയാണ്. അദ്ദേഹം ഒരു കാര്യം താങ്കളോട് പറയാൻ മറന്നുപോയി, അത് പറയാൻ എന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വിളിക്കുന്നത്. എന്താന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വർഷങ്ങളായിട്ട് മെഡിമീസാണ് ഉപയോഗിക്കുന്നത്, അത് പറയാൻ മറന്നുപോയി എന്നാ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ സാധാരണ നമുക്ക് ബാലേന്ദ്രവാദ് തന്നെ ആയിരിക്കും ഉപയോഗിച്ചോണ്ടിരിക്കുന്നത്. അല്ല, ആ സിനിമയിൽ നാഷണൽ അവാർഡ് കിട്ടിയ മറ്റൊരു ആളാണ് വാണി ജയറാം, പാട്ടുകാരി. വാണി ജയറാം മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട് അന്ന് മുതൽ അവർ മെഡിമീസ ഉപയോഗിക്കണം. അത് അല്ല, അതൊക്കെ നമുക്ക് പിന്നെ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആളുകളെ കാണുമ്പോൾ കിട്ടുന്ന ഒരു ബിസിനസ്സുകാരന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അവാർഡാണ് അതൊക്കെ. അങ്ങനെയുള്ള ആളുകൾ അത് പറയും. രജനീകാന്തിനെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ രജനീകാന്തിന് കിട്ടാത്തൊരു ഭാഗ്യമാണ് വിജയന് കിട്ടിയത്. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരു അദ്ദേഹം ആ കാലത്ത് അദ്ദേഹം വരുമെന്ന് പറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് അത് വന്നില്ല. അദ്ദേഹം തീർച്ചയായിട്ടും പക്ഷെ ഇതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക്. എങ്ങനെയാണ് ജനഹൃദയത്തിലേക്ക് നമ്മൾ ആരാധന ഒന്ന് രാഷ്ട്രീയപരമായിട്ട് വോട്ട് കൊടുക്കുന്നത് വേറൊരു പോയിന്റ് ഓഫ് വ്യൂലാണ്. കമലഹാസൻ ആ ഏരിയയിൽ സാധിച്ചില്ല. കമലഹാസൻ എത്രയോ നല്ല നടനാണ്. അതെ, പുള്ളി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. അതെ. അഭിനയം എങ്ങനെ പോകുന്നു ഇപ്പം? അഭിനയം ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ ബിസിനസ് തിരക്കുകളുള്ളതുകൊണ്ട് നമുക്ക് വലിയ സിനിമകളിലൊന്നും അങ്ങനെ ഭാഗമാകാൻ പറ്റുന്നില്ല. പക്ഷേ എൻ്റെ ഡേറ്റ് നോക്കി ചെയ്യുമ്പോൾ ഞാൻ സിനിമ ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും സിനിമയുണ്ട്. ഇപ്പോഴും 1-2 സിനിമ ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ. പിന്നെ പുറത്ത് പറയാനായിട്ടില്ലെങ്കിലും ഞാൻ ഇപ്പോൾ താങ്കൾ ചോദിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്കൊരു ഹോളിവുഡിൽ നിന്നൊരു ഓഫർ വന്നിട്ടുണ്ട്. അപ്പം ആ സിനിമയിൽ ഒറ്റ ഇന്ത്യൻ കഥാപാത്രമേ ഉള്ളൂ. ഇതൊക്കെ സോഷ്യൽ മീഡിയയുടെ പവറാണ്. അപ്പം അവർക്ക് വലിയ നടൻ വേണമെന്നില്ല, പക്ഷെ നടനായിട്ടുള്ള ഒരാൾ വേണം, പക്ഷേ പോപ്പുലർ ആയിരിക്കണം, സോഷ്യൽ മീഡിയയിലൊക്കെ പോപ്പുലർ ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് അവരെന്നോട് പറഞ്ഞത്. അപ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവിടം വരെ യാത്ര ചെയ്യണമല്ലോ. അപ്പോൾ ഓഡിഷനും വേണമെന്ന് പറയുന്നു. ഇന്ന് രാവിലെ എനിക്ക് വന്നു ഓഡിഷന് വരാനുള്ള ഇതൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ അറിയില്ല, മിക്കവാറും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഏറ്റവും അത് ചെയ്യാൻ ശ്രമിക്കണം, കാരണം റയർ ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ അമേരിക്കയിലേക്കൊക്കെ യാത്ര ചെയ്ത് പലതവണ പോകേണ്ടി വരിക ഒക്കെ ഉണ്ട്. ഏറ്റവും പുതിയതായിട്ട് ഇനിയിപ്പോൾ ഇറങ്ങാൻ പോകുന്ന ചിത്രം ഏതായിരിക്കും? ഇറങ്ങാൻ ഞാനൊരു ഡക്ടൈൽ എന്നും പറഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയ പടം അരുൺ വർഗീസ് എന്ന് പറഞ്ഞ അത് എനിക്ക് തോന്നുന്നു ഫെസ്റ്റിവലുകൾ അവാർഡുകളിലേക്ക് അത് കയറി പോകും. പിന്നെ കുട്ടികളുടെ ചിത്രമായിട്ടാണ് സെൻസർ ചെയ്യാൻ പോകുന്നത്. താങ്കൾ തന്നെ നിർമ്മിച്ചാണ്? അതെ. അതിൽ അഭിനയിക്കുന്നുണ്ടോ? ഇല്ല, അതിൽ ഞാൻ അഭിനയിക്കുന്നില്ല. അത് നിർമ്മാതാവെന്നുള്ള നിലയിലാണ്. നിർമ്മാതാവെന്നുള്ള നിലയിൽ ബിഗ് ബഡ്ജറ്റ് അടുത്ത ഉടനെ ഉണ്ടോ? കീർത്തി സുരേഷ് മലയാളത്തിൽ ചെയ്യാൻ പോകുന്ന ഒരു പടമുണ്ട്, പെപ്പയും കീർത്തി സുരേഷും കൂടെ. അതിന്റെ വർക്ക് ഇപ്പോൾ അടുത്ത മാസം തുടങ്ങും. അതിന്റെ പ്രീ പ്രൊഡക്ഷൻസ് കുറെ കാലം അതിന്റെ നടക്കണം. പിന്നെ ആക്ഷൻ മൂവി ആയതുകൊണ്ട് കുറെ റിഹേഴ്സൽസ്, ട്രെയിനിങ് ആവശ്യമുണ്ട്. അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ഉടനെ തുടങ്ങാനിരിക്കുന്ന ഒരു പടം. അഭിനയിക്കുന്ന ചിത്രം അതിനകത്ത് ഞാൻ അഭിനയിക്കുന്നുണ്ട്. ഇപ്പൊ അഭിനയിച്ച ചിത്രത്തിൽ ഉടനെ വരാനുള്ള അതൊരു ഷോർട്ട് ഫിലിമാണ് ഇപ്പൊ ഉടനെ ഇറങ്ങാൻ പോകുന്നത്. അതില് സീനത്ത് സംവിധാനം ചെയ്ത് അഴകപ്പൻ ക്യാമറയൊക്കെ ചെയ്ത അത് ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ എനിക്ക് പറയാൻ സന്തോഷം എന്താണെന്ന് വെച്ചാല്, ഇപ്പോൾ നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ തൂഫാൻ പ്രോജക്റ്റ് ഇറങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ ഡ്രഗിനെതിരായിട്ടുള്ള അത് മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. ഞാൻ തന്നെയാണ് അത് പ്രധാന കഥാപാത്രം അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു കുട്ടി ഡ്രഗ് ഉപയോഗിക്കാൻ തുടങ്ങിയത് കൊണ്ടുണ്ടായ അനുഭവങ്ങൾ, അതുകൊണ്ട് ആ കുടുംബത്തെ എത്രത്തോളം അത് ബാധിച്ചു എന്നുള്ളത്, അത് നമ്മൾ നെഗ്ലക്ട് ചെയ്താലും കുട്ടികൾ അതിലേക്ക് കടക്കുന്നു എന്നുള്ളൊരു ഇതുകൊണ്ട്. പിന്നെ വലിയ നിലയിലുണ്ടായിരുന്ന ഒരാൾ ഈ സംഭവത്തിനൊക്കെ ശേഷം വളരെ സാധാരണക്കാരനായി റോഡ് സൈഡിൽ സോഡ വെക്കുന്ന ലെവലിലേക്ക് താണു വരേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അത് അതിജീവനത്തിൻ്റെ ഒരു കാര്യം കൂടി ഉണ്ട് അവിടെ. അങ്ങനെ ആത്മഹത്യകളും ഡിപ്രഷനും ഒക്കെ നമ്മൾ ധാരാളം കാണുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടൊരു സാധനമാണ്. അത് ഉടനെ തന്നെ റിലീസുണ്ട്. അത് ഇപ്പോൾ 16ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചു അല്ലേ? പക്ഷേ അമ്മയിൽ ഇനിയും അംഗത്വം കിട്ടിയില്ല.
അല്ല ഞാനൊരിക്കൽ ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു. പക്ഷേ അവർ പറയുന്നത് വെയിറ്റ് ചെയ്യാൻ പറയാണ്. ഇപ്പം അടുത്ത കാലത്ത് ശ്വേതാ മേനോൻ എന്നെ വിളിച്ചിരുന്നു. പക്ഷേ മെമ്പർഷിപ്പിന്റെ കാര്യം ഞങ്ങൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ. താങ്കളെ പോലെ ഒരാളുടെ കാര്യത്തിൽ അങ്ങനെ അത്ര ഒരു പരിഗണനയുടെ അല്ല, അവരുടെ മാനദണ്ഡം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായിരിക്കും മാനദണ്ഡം എന്ന് എനിക്ക് അറിയില്ല. അത് ഒരുപക്ഷെ ഇനിയിപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ മെമ്പർ അമ്മയിൽ വരണ്ട എന്ന അങ്ങനെ വല്ല മാനദണ്ഡം ഉണ്ടോ അതൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ അങ്ങനെ രണ്ടുമുള്ള ആളുകൾ വേറെ ഉണ്ട്. എന്താണെന്നറിയില്ല. അത് അമ്മയിൽ ഇപ്പോഴും ഒരുപാട് പ്രശ്നങ്ങളുമാണ്. ഇതെല്ലാം സ്ത്രീകളെ ഏൽപ്പിച്ചപ്പോൾ. അല്ല, അങ്ങനെ എനിക്ക് അതിനകത്ത് ഉള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. പക്ഷെ ഒരിക്കലും ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ അമ്മ സംഘടന നമുക്കൊരു തടസ്സമായിട്ട് അങ്ങനെ ഒന്നും വന്നിട്ടില്ല. പക്ഷെ അമ്മ സ്ത്രീകളെ ഏൽപ്പിച്ചത് നല്ലൊരു കാര്യം തന്നെയായിരുന്നു. തീർച്ചയായിട്ടും അതൊരു മാറ്റത്തിന്റെ ആ രീതിയിലുള്ള പ്രതീക്ഷയ്ക്ക് ഉയരാൻ കഴിഞ്ഞോ എന്നൊരു സംശയമുണ്ട്. അല്ല, പക്ഷെ എല്ലാവരും എനിക്ക് പരിചയമുള്ളവരാണ്. പ്രത്യേകിച്ച് ശ്വേതാ മേനോനെ സംബന്ധിച്ചിടത്തോളം അറിയില്ല. അവർക്ക് ആദ്യമായിട്ട് സംസ്ഥാന അവാർഡ് കിട്ടുന്ന എന്റെ സിനിമയിലൂടെയാണ്, പാലേരി മണിക്കം സിനിമയിലൂടെയാണ്. പിന്നെ കടാക്ഷം എന്ന് പറഞ്ഞ സിനിമയിൽ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള അവരും ഞാനുമായിട്ട് എല്ലാവരും പരിചയമുള്ളവരാണ്. അതുകൊണ്ട് അവരുടെ ഭരണത്തിലുള്ള അവരുടെ മികവിനെ കുറിച്ച് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. പക്ഷെ അവരെല്ലാം നല്ല നടിമാരാണ്, നല്ല രീതിയിൽ സഹകരിക്കുന്നവരാണ്, പ്രൊഡ്യൂസേഴ്സിനോടൊക്കെ നല്ല രീതിയിൽ സഹകരിച്ചിരുന്നവരാണ്. സിനിമാ നിർമ്മാണം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഞാണിന്മ കളിയാണോ? ഞാണിമക്കളെയല്ല, ഒരിക്കലും അഡ്വൈസബിൾ അല്ല. അത് പുതിയ തലമുറയ്ക്ക് നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ ഒരു കാസിനോയിൽ പോയി കളിക്കുകയാണെങ്കിൽ പോലും ആ സാധ്യത 50-50 അല്ലെങ്കിൽ ഞാനും താങ്കളും കൂടെ ഇപ്പൊ ചീട്ട് കളിക്കുകയാണെങ്കിൽ ഒന്നുകിൽ താങ്കൾ ജയിക്കും അല്ലെങ്കിൽ ഞാൻ ജയിക്കും. 50-50 സാധ്യതയുണ്ട്. ഇതിനകത്ത് 7% 5% ഒക്കെ അല്ലേ വിജയം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നോക്കുമ്പോഴേ ഈ 7% വിജയ സാധ്യതയ്ക്ക് വേണ്ടിയാണ് ഇത്രയും കോടികൾ മുടക്കുന്നത്. അപ്പോൾ മറ്റുള്ള ചെലവുകൾ കൂടുന്നു. പ്രൊഡക്ഷൻ കോസ്റ്റ് ഇപ്പം ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പാലേരി മാണിക്യത്തിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് 3.25 ലക്ഷം കോടിയായിരുന്നു. 3.25 കോടിക്ക് ഒരു 15 വർഷം പോലും ആയിട്ടില്ല. ആ സിനിമ 3.25 കോടിക്ക് ചെയ്തത് ഇന്ന് അതുപോലൊരു സിനിമ ചെയ്യണമെങ്കിൽ 50 കോടിയെങ്കിലും വേണം. ആ രീതിയിലാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടിയിരിക്കുന്നത്. അതും വലിയ എമൗണ്ട് തന്നെയാണ്. വലിയ എമൗണ്ട് തന്നെയാണ്. പക്ഷെ അതിനകത്ത് വേറെ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓവർസീസ് റൈറ്റ് ഒക്കെ ആദ്യം കൊടുത്തിട്ടൊക്കെയാണ് അത് ചെയ്തത്. എന്റെ കയ്യിൽ നിന്ന് മുഴുവൻ ഇറങ്ങിയിരുന്നില്ല. മൊത്തം നഷ്ടക്കച്ചവടം മൊത്തത്തിൽ സിനിമാ നിർമ്മാണത്തെ പറയാൻ പറ്റും താങ്കളുടെ? അല്ല, എനിക്ക് വിജയിച്ച ധാരാളം സിനിമകളുണ്ട്. പക്ഷെ ഒരു 4 സിനിമ വിജയിക്കുന്നത് ഒരു സിനിമയിലൂടെ പോയി കിട്ടും. അതാണ് പോകുമ്പോൾ വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്. കിട്ടുമ്പോൾ എല്ലാവർക്കും പങ്കിട്ട് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ വിജയമായിരുന്നു. അല്ല, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ E4 എന്റർടൈൻമെന്റ്സ് ആയിട്ട് കുറെ പടങ്ങൾ ചെയ്തിരുന്നല്ലോ. അത് ഒന്നുകിൽ വിജയമാണോ അല്ലെങ്കിൽ അവാർഡുകളോ, അല്ലെങ്കിൽ ഇപ്പൊ ഗപ്പിയിലാണ് ഞങ്ങൾ തുടങ്ങുന്നത്. ഗപ്പി എന്ന് പറഞ്ഞ സിനിമ, ഗോദ എന്ന് പറഞ്ഞ സിനിമ നല്ല രീതിയിൽ, എസ്ര എന്ന് പറഞ്ഞ സിനിമ, പിന്നെ ഇഷ്ക് നല്ല സന്ദേശവും നല്ല സിനിമ, അതിനും ലാഭം കിട്ടിയിരുന്നു. ഒരു മുത്തശ്ശി കഥ എന്ന് പറഞ്ഞ സിനിമ ലാഭം കിട്ടി. അമ്പിളി എന്ന് പറഞ്ഞ സിനിമ ലാഭം കിട്ടി. സൂക്ഷ്മദർശിനി. അപ്പൊ കഴിഞ്ഞ ഒരു 6 വർഷത്തിൽ ഞങ്ങൾ ചെയ്ത പല സിനിമകളും സാമ്പത്തികമായിട്ട് വിജയിച്ചിരുന്നു. നല്ല പേരും ഉണ്ടായിരുന്നു. എല്ലാം ഡിഫറെന്റ് ജോണറുമായിരുന്നു. ഇപ്പൊ എസ്ര എന്ന് പറഞ്ഞ സിനിമ ഹൊററായിരുന്നു. അതിനുശേഷം എത്രയോ ഹൊറർ കഥകൾ എൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഹൊറർ കഥകൾ എടുത്താൽ വിജയിക്കുകയും ചെയ്യും. പക്ഷെ ഞാൻ തയ്യാറല്ല. നമ്മൾ ഒരു ജോണറിലുള്ള ഒരു സിനിമ മതി, അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ സിനിമ നിർമ്മാണവും അഭിനയവും ഒക്കെ ഉണ്ടെങ്കിലും താങ്കളുടെ ഹൃദയത്തിൽ കൂടുതൽ ഇടം പിടിച്ചിട്ടുള്ളത് നാടകമാണ്. തീർച്ചയായിട്ടും. ആ നാടക പ്രവർത്തനം എങ്ങനെ പോകുന്നു? എല്ലാ വർഷവും ഉണ്ട്. എനിക്ക് തോന്നുന്നു, ഞാൻ ഇപ്പം ചെന്നൈയിൽ പോയിട്ട് 43 വർഷമായി. ഞാൻ നാടകം ചെയ്യാത്ത വർഷമില്ല. എല്ലാ വർഷവും നാടകം ചെയ്യുന്നുണ്ട്. അതും പുതിയ നാടകങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുവിധം എല്ലാവിധ വേഷങ്ങളും. കാരണം ചെറുപ്പകാലം മുതൽ ഇന്നും നാടകത്തിലെ പ്രധാന വേഷം തന്നെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ നല്ലൊരു അനുഭവമുണ്ട്. ഇപ്പൊ ഈ വർഷം ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തത് അനുരാഗക്കടവിൽ എന്ന് പറഞ്ഞൊരു നാടകം. ചെന്നൈയിൽ 2 സ്ഥലത്ത് ചെയ്തു. ബാംഗ്ലൂർ, കോഴിക്കോട്, എറണാകുളം, ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് ചെയ്യുന്നുണ്ട്, കോയമ്പത്തൂർ ചെയ്യുന്നുണ്ട്. അത് ഗ്യാപ്പ് ഇട്ടിട്ടാണ്, 1 മാസമെങ്കിലും ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ജോലിയുള്ളവരാണ്. അപ്പോൾ അഭിനയിക്കുന്നവരും ടെക്നീഷ്യൻസും. പക്ഷെ ഞങ്ങളൊരു ടീമായിട്ട് അതൊരു പ്രത്യേക അനുഭവമാണ്. പിന്നെ നാടകം ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. ഇപ്പൊ എറണാകുളത്തൊക്കെ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഒരു വരവേൽപ്പ് നേരിട്ട് മറക്കാൻ പറ്റാത്ത അനുഭവമായിരുന്നു. അതിൻ്റെ അകത്ത് ചിലതിലൊക്കെ താങ്കളുടെ കുടുംബാംഗങ്ങളിൽ ചിലർ ഇതിലൊക്കെ തീർച്ചയായിട്ടും എൻ്റെ മക്കള് എത്രയോ നാടകങ്ങൾ എൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. പ്രധാന വേഷങ്ങളിൽ തന്നെ വൈഫും അഭിനയിക്കാറുണ്ട്. വൈഫ് നല്ല സപ്പോർട്ടാണ് നാടകത്തിൽ. കാരണം വൈഫിന്റെ അച്ഛൻ ഡോക്ടർ സിദ്ധനും നാടക നടനായിരുന്നു. അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോയിലും ദൂരദർശനിലെ ഗ്രേഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ചെന്നൈയിൽ പോയതിനു ശേഷം ഞാൻ നാടക പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പോലും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ഒരു 5 കൊല്ലം 6 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഒന്നിച്ച് അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ സീരിയലുകളും നാടകങ്ങളൊക്കെ ഒന്നിച്ച് ധാരാളം അഭിനയിച്ചു ഞങ്ങൾ.
ഇപ്പൊ താങ്കളുടെ ജീവിതകഥയാണ് യഥാർത്ഥത്തിൽ യു ടേൺ എന്ന് പറയുന്ന ഈ അതെ പുസ്തകം. അതെ അതെ. ഇതിന് സംസ്ഥാന അവാർഡ് കിട്ടി, അതായത് സംസ്ഥാന മലയാളം മിഷന്റെ പ്രവാസി സാഹിത്യ പുരസ്കാരം. പുരസ്കാരം അത് കിട്ടി. കെ ജയകുമാർ അധ്യക്ഷനായ ജൂറിയാണ് ആ അവാർഡ് പ്രഖ്യാപിച്ചത്. വലിയൊരു അംഗീകാരമാണ്. അതെ. യഥാർത്ഥത്തിൽ യു ടേൺ എന്ന് പറയുമ്പോൾ എല്ലാവരും ആദ്യം കരുതുന്നത് യു ടേൺ എടുക്കുക, നമ്മളൊരു വഴി മാറി പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് വായിച്ചിട്ട് വായനക്കാർ നിങ്ങൾക്ക് ഇതൊരു പാത തെരഞ്ഞെടുക്കാൻ സഹായകമായ രീതിയിലാണ്, ആ രീതിയിലാണ് ഇത് എഴുതിയത്. അതെ, ഞാനത് ഇപ്പൊ യൂട്യൂബ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കാറില്ല എന്താണ് അതിനകത്ത് അർത്ഥം ഉണ്ടെന്നുള്ളത്. അപ്പൊ അങ്ങനെ ചിന്തിച്ച് ഞാൻ പേരിട്ടതാണ്. പക്ഷെ പേര് പലരോടും പറഞ്ഞപ്പോൾ ആരും അംഗീകരിച്ചില്ല. എല്ലാവരും പറഞ്ഞു അത് തെറ്റാണ്, അങ്ങനെ ഒരു പ്രയോഗം ഇല്ല, ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു പ്രയോഗം ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഡബിൾ മൈൻഡഡ് ആയിരുന്നു. ആ സമയത്താണ് ശ്രീ ശശി തരൂരിന് ഇതിന്റെ അവതാരിക എഴുതാൻ വേണ്ടി ഞാൻ സ്ക്രിപ്റ്റ് കൊടുക്കുന്നത്. അദ്ദേഹം തന്ന മറുപടിയിൽ അത് എഴുതിയതിനകത്ത് യു ടേൺ പലതവണ എഴുതിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഉറപ്പായി ഇത് നല്ല പേര്, അല്ലെങ്കിൽ അദ്ദേഹം ചോദിച്ചാണ് എന്തിനാണ് ഇങ്ങനെ ഒരു പേരിട്ടത്. ഇതിപ്പോ ഈ പുസ്തകം എനിക്ക് തോന്നുന്നു തമിഴിലും ഇംഗ്ലീഷിലും ഒക്കെ ഇറങ്ങി. തമിഴിലിറങ്ങി, ഇംഗ്ലീഷിലിറങ്ങി. പെൻഗ്വിനാണ് ഇംഗ്ലീഷിലിറങ്ങിയത്. ഇംഗ്ലീഷിൽ പക്ഷേ മറ്റു കോപ്പിയും ഇറങ്ങിയെന്ന് തോന്നുന്നു അല്ലേ? അത് കാരണം ഞങ്ങള് സോപ്പൊക്കെ എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കി ധാരാളം അനുഭവമുണ്ട്. പക്ഷെ ഒരു പുസ്തകം, അതും ഡ്യൂപ്ലിക്കേറ്റ് ഓൾ ഇന്ത്യയിലാണ് ഇറങ്ങുന്നത്. ഓൾ ഇന്ത്യയിൽ എന്നെ ഓൾ ഇന്ത്യ ലെവലൊന്നും ആരും പരിചയമൊന്നുമില്ല. പക്ഷെ ബോംബെയിലും ഡൽഹിയിലൊക്കെ എൻ്റെ പുസ്തകം ഡ്യൂപ്ലിക്കേറ്റ് വിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ആദ്യ എഴുത്തുകാർ എന്നുള്ള രീതിയിൽ എല്ലാ എഴുത്തുകാർക്കും അതൊരു പ്രചോദനമാകട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് റോയൽറ്റി കിട്ടിയില്ലെങ്കിലും അത് ആ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദർ എഴുതിയ ഒരു പുസ്തകം റീപ്രൊഡ്യൂസ് ചെയ്ത് കോഴിക്കോട് വെച്ച് റിലീസ് ചെയ്തിരുന്നു. അത് നമ്മുടെ പ്രിയപ്പെട്ട ടി പത്മനാഭൻ സാറാണ് റിലീസ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം അവിടെ വന്ന സമയത്ത് നേരത്തെ വന്നുകൊണ്ട് ഞാനൊരു മുറിയിൽ കൊണ്ടിരുത്തി അദ്ദേഹത്തെ. ആ സമയത്ത് പലരും വന്ന സമയത്ത് കുറേ പുസ്തകങ്ങൾ എനിക്ക് സമ്മാനമായിട്ട് തന്നു, ഇത് വായിക്കണം എന്ന് പറഞ്ഞു, നല്ല തടിയുള്ള പുസ്തകങ്ങൾ. അപ്പോൾ ഈ പുസ്തകം ഞാൻ എവിടെയെങ്കിലും വെക്കണ്ട, ആൾക്കാർ ഇരിക്കുന്നിടത്ത് വേണ്ട വെച്ചിട്ട് ഞാൻ അകത്ത് പോയി പത്മനാഭൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഞാൻ ഈ പുസ്തകം ഒന്നും ഇവിടെ വെച്ചോട്ടെ എന്ന് ചോദിച്ചു. ഉടനെ അനൂപേ, ഈ മലയാള നാട്ടിൽ ആരാടോ പുസ്തകം മോഷ്ടിക്കുന്നത്, താൻ എവിടെ വേണമെങ്കിലും വെച്ചോളൂ എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ അന്ന് എനിക്കത് ശരിയാന്ന് തോന്നി. പക്ഷെ ഇന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങാനും മാത്രം ഉണ്ടെങ്കിൽ വായനക്കാരുള്ളത് കൊണ്ടാണല്ലോ അത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണല്ലോ അല്ലേ. ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങാൻ കമ്പനികൾ ഉണ്ടെങ്കിൽ എന്റെ പുസ്തകം മാത്രമായിരിക്കില്ലല്ലോ അവർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ഈ യു ടേൺ ഇതാണെങ്കിലും യഥാർത്ഥത്തിൽ ജീവിതത്തിൽ വലിയൊരു യു ടേൺ ഉണ്ടായിട്ടുള്ള ഒരാൾ കൂടിയാണ് താങ്കൾ. കാരണം സർക്കാർ ജോലി ഉപേക്ഷിച്ചിട്ടാണ് താങ്കൾ വ്യവസായ രംഗത്തേക്ക് പോയത്. ജീവിതം എന്താണ് പഠിപ്പിച്ചത്? അല്ല, ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നോ നമ്മൾ പ്രതീക്ഷിക്കുന്നോ ഒന്നും ആയിരിക്കില്ല. ഇതിങ്ങനെ ഒരു എന്താ പറയുക, പുഴയിലെ മണൽത്തരികളോ അല്ലെങ്കിൽ കല്ലുകളോ ഉരുണ്ട് അവസാനം വേറെ രൂപം മാറുന്നുണ്ടല്ലോ. അതുപോലെയാണ് സംഭവിക്കുന്നത്. ഇപ്പം എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, എൻ്റെ കൂടെ പഠിച്ചവരും എൻ്റെ മക്കളായാലും അവരൊക്കെ ഓരോന്ന് ആഗ്രഹിക്കുന്നു, ഓരോന്ന് പഠിക്കുന്നു. പക്ഷെ അവർ പഠിച്ച രംഗത്തല്ല പിന്നെ പ്രവർത്തിക്കുന്നത്. ഇപ്പം എൻ്റെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും ബിസിനസ്സുകാരനാകരുതെന്ന് ദിവസവും എൻ്റെ ചെവിയിൽ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹം സർക്കാർ ഉദ്യോഗമാണ്, ഫിഷറീസ് ഡയറക്ടറായിരുന്നു. അപ്പോൾ എന്നോട് സർക്കാർ ജോലി തന്നെയാണ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. ഞാനും അതിനുവേണ്ടി മാത്രമാണ് മെന്റലി പ്രിപ്പയർ ആയത് എന്നുള്ളതാണ്. ഒരിക്കലും ബിസിനസ്സുകാരനാകരുത്. അദ്ദേഹം എന്നോട് പറഞ്ഞത് ബിസിനസ്സുകാരുടെ മക്കളുമായിട്ട് കൂട്ടുകൂടരുതെന്നാണ്. അത്രയും പേടിയായിരുന്നു. അപ്പൊ എന്നിട്ടിപ്പോ ഞാനൊരു ബിസിനസ്സുകാരനായിട്ട് നടക്കേണ്ടി വന്നു എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ സാഹചര്യമാണ്. പിന്നെ നമ്മളിൽ കിടക്കുന്ന കഴിവുകൾ നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നീടാണ്. ഇപ്പോൾ അത് ജീവിതത്തിൽ അങ്ങനെയാണ്. ഇപ്പം എൻ്റെ മകളാണെങ്കിൽ ലോ പഠിച്ച് വിദേശത്ത് പോയി MBA ഒക്കെ ചെയ്ത ആളാണ് മൂത്ത മോള്. പക്ഷെ അവള് ഇന്ന് ഒരു കലാകാരിയായിട്ടാണ് പ്രൊഫഷൻ കൊണ്ട് നടക്കുന്നത്. പടം വരച്ചിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. എന്നാൽ പ്രൊഫഷണലി ആ കാര്യത്തിൽ ട്രെയിനിങ് ഒന്നും നമ്മൾ കൊടുത്തതല്ല. ജീവിതം വരുന്ന വഴിക്ക് അതിനെ നേരിടുക നമ്മൾ അതാണ്. പിന്നെ ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഇപ്പോൾ സോഫ്റ്റ്വെയറിലോ IT-ലോ ഒരു പ്രൊഫഷൻ ഉണ്ടെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് അങ്ങനെ ഒരു അവസരം വന്നു. അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയിൽ, എൻ്റെ തലമുറയിലുള്ളവർ തന്നെ റോബോട്ടിക്സിലും സോഫ്റ്റ്വെയറിലൊക്കെ സ്വന്തമായിട്ട് കമ്പനി തുടങ്ങി വിജയിക്കുന്നു. അപ്പൊ അവര് അതുവരെ ചിന്തിക്കാത്തൊരു കാര്യത്തിലേക്ക് ചിന്തിക്കാൻ പറ്റുന്നു. അപ്പൊ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന അതാണ്. അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം. അത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കരുത്. ആരും നമുക്ക് കൊണ്ടുപോയാൽ ഇട്ട് തരാൻ പോകുന്നില്ല. അതായത് നിങ്ങൾ കഴിച്ചു. അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഞാൻ പഠിച്ച ഒരു പാഠം. ഇപ്പൊ ഈ സർക്കാർ സർവീസിൽ നിന്നുള്ള ജോലി അത് ഒരു വലിയ ചലഞ്ചിങ് ആയിരുന്നില്ലേ? തിക്ത അനുഭവങ്ങളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി തുടങ്ങി. ലീഗൽ സർട്ടിഫിക്കറ്റ് ആയാലും പിന്നെ ഈ എനിക്കന്ന് ഡൈയിങ് ഇൻ ഹാർനസിൽ ജോലിക്ക് അർഹതയുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പിറകെ പോയപ്പോഴും പിന്നെ ഏറ്റവും ഞാൻ ഈ യൂട്ടേണിൽ എഴുതിയ മറ്റൊരു അനുഭവമാണ് LIC-യുമായിട്ടുണ്ടായ ഒരു അനുഭവം.
ഞാൻ ഒരിക്കലും LIC എടുക്കുന്നില്ല അത് കാരണം. അപ്പോൾ LICന്ന് ചെയർമാനും MDയും വരെ എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയാണെന്നും ഞാൻ പറയുന്നില്ല. ഇന്നിപ്പോൾ നമ്മുടെ ബാങ്കുകളാണെങ്കിലും പിന്നെ ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റ് ആയാലും എല്ലാം അന്നത്തെ കാലത്ത് സർക്കാർ മാത്രം കൺട്രോൾ ചെയ്തിരുന്ന ആ ഒരു കാലത്ത് ഭയങ്കര തിക്ത അനുഭവങ്ങൾ നമുക്കുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പ്രൈവറ്റൈസേഷൻ വന്നപ്പോൾ പ്രൈവറ്റൈസേഷന്റെ ദോഷങ്ങൾ പലതും പറയാറുണ്ടെങ്കിലും ആ ഒരു കോമ്പറ്റീഷൻ വന്നതോടുകൂടി ഭയങ്കര മാറ്റമാണ് വന്നത്. ഇപ്പം ഇവിടെ LICയിൽ അത് തന്നെയാണ് 30,000 രൂപയ്ക്കാണ് അമ്മയ്ക്ക് കിട്ടേണ്ടിയിരുന്നത്. പക്ഷേ 6 മാസമായിട്ട് അത് കിട്ടിയില്ല. പലതവണ നമ്മൾ കത്തുകൾ എഴുതി. അപ്പോൾ ഓരോരോ എക്സ്ക്യൂസുകളാണ്. അപ്പോൾ അവസാനം വന്ന ഒരു കത്താണ് എൻ്റെ രക്തം തിളപ്പിച്ചത്. അന്ന് എനിക്ക് 19 വയസ്സാവുന്നേ ഉള്ളൂ. അപ്പോൾ അച്ഛനന്ന് സർക്കാരിൽ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാ പത്രങ്ങളിലും ഫ്രണ്ട് പേജിൽ ഫോട്ടോ അടക്കം വാർത്ത വന്നതാണ്. അപ്പോൾ അവർ അയച്ചത് എന്താണെന്ന് വെച്ചാൽ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ബന്ധുക്കളല്ലാത്ത 3 പേരുടെ സാക്ഷ്യപത്രം കൊണ്ടുവരാൻ പറഞ്ഞു. ശരി. അത് LICക്ക് ഒരിക്കലും അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്ന് അന്ന് എനിക്ക് തോന്നുന്നു. ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കണം. കാരണം LIC എടുക്കുന്നത് ഇതൊക്കെയാണോ? അപ്പോൾ അത് അമ്മയ്ക്ക് അന്ന് വളരെ ചെറുപ്പം പ്രായമാണ്. 42 വയസ്സ് അമ്മയ്ക്കുള്ളൂ. അപ്പോഴാണ് എൻ്റെ രക്തം തിളയ്ക്കുന്നത്. ഞാൻ പട്ടത്തെ ഓഫീസിൽ പോയി അന്ന് കുറേ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിരുന്നു. അത് ശരി. അതിൽ നിന്നൊക്കെ മാറി പിന്നീട് എനിക്ക് തോന്നുന്നു അമ്മാവനാണ് ഈ ഇതിലേക്ക് ക്ഷണിക്കുന്നത് അല്ലേ? ക്ഷണിക്കാന്ന് പറഞ്ഞാൽ അതൊരു കാരണമുണ്ട്. ഞാനിവിടെ സ്വന്തമായിട്ട് ചെറിയ രീതിയിൽ ബിസിനസ്സും ടാക്സി ഓടിക്കലൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ജോലി കിട്ടുന്നതിന് ടാക്സി ഓടിക്കുമായിരുന്നു കോളേജിൽ പഠിക്കുന്ന കാലത്ത്. കാരണം ജീവിതം വേറെ മാർഗ്ഗമില്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, കൈക്കൂലി വാങ്ങാത്ത സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ വീട്ടിൽ എന്തുണ്ടാവാനാ? കുറച്ച് ലോണും ഉണ്ട്. അപ്പോൾ ഒരു സിസ്റ്റർ മാരീഡ് ആയിരുന്നു, ഒരു സിസ്റ്റർ പഠിക്കുകയാണ്. കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി ഞാൻ അത് ഏറ്റെടുത്തിരുന്നതാണ്. ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള സമയത്താണ്? ജോലിയല്ല, പഠിക്കാൻ പോകുന്നത്. പലപ്പോഴും കോളേജിൽ അറ്റൻഡൻസ് ഒക്കെ കൊടുത്ത് അവിടെ ഇറങ്ങാറുണ്ട്. MG കോളേജിൽ ടാക്സി എന്ന് പറഞ്ഞാൽ അതും ഇന്നത്തെ തിരിച്ചറിവ് വെച്ച് നോക്കുമ്പോൾ അതൊരു കള്ള ടാക്സി ആയിരുന്നു. കള്ള ടാക്സിയാണ് ഓടിച്ചത്. അല്ല, പക്ഷെ ഈ ഒരു അമ്മാവൻ ക്ഷണിക്കുന്നതന്നെ അവിടെ ഈ വ്യവസായം അവിടെ അപ്പൊ അതേ സമയത്താണ്. അപ്പൊ അമ്മാവൻ അത് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനിവിടെ ഇങ്ങനെ ബിസിനസ് പരമായ കാര്യങ്ങൾ ചെയ്യുന്നു, വിജയിക്കുന്നു എന്നുള്ളത് മനസ്സിലായി. ആ സമയത്താണ് അവിടെ മലയാളികളായിരുന്നു. അവിടെ ചെറിയൊരു ഫാക്ടറി ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നു. അവർ യൂണിയൻ ഫോം ചെയ്ത് വലിയ സമരമായി കമ്പനി മൂടേണ്ടി വന്നു. ഒരിക്കലും തുറക്കാൻ പറ്റില്ല എന്നാ വിചാരിച്ചത്. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോഴാണ് എന്നോട് ചോദിക്കുന്നത്, നീ വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. ഒരു കത്തെഴുതി എനിക്ക്. ആ കത്താണ് പിന്നെ എനിക്ക് പ്രചോദനമാകുന്നത്. ഈ ടാക്സിയൊക്കെ, കള്ള ടാക്സിയൊക്കെ ഓടിച്ച ഒരു കാലത്ത് നിന്നും ഇന്നിപ്പോൾ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യവസായിയായും കേരളത്തിൽ മലയാളികളെല്ലാം അറിയപ്പെടുന്ന ചലച്ചിത്ര നിർമ്മാതാവും നടനും എഴുത്തുകാരനും ഒക്കെ ആയി മാറി. ഈ ഒരു മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അതാണ് ഞാൻ അങ്ങനെ വലിയ സ്വപ്നങ്ങൾ കണ്ടിരുന്ന ആളല്ല. എനിക്ക് ഇന്ന ഒരു നിലയിലെത്തണം. ഈവൻ ടുഡേ, ഇന്നിപ്പോൾ ഇപ്പം മറ്റു ബിസിനസ്സുകാരോട് ചോദിച്ചാൽ പറയുമല്ലോ, എനിക്ക് ഒരു ലക്ഷ്യമുണ്ട്, 5 കൊല്ലം കൊണ്ട് ഇത്രയാകണം. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. എൻ്റെ ആഗ്രഹം എല്ലാ വർഷവും വളരണം. ചെറിയൊരു ശതമാനമാണെങ്കിൽ പോലും ആ വളർച്ചയെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ജീവിതത്തിൽ ഒരിക്കലും പുറകിലോട്ട് പോകരുത്. പക്ഷെ നമ്മൾ വലിയ വളർച്ചയെ തേടി വലിയ റിസ്കുകൾ എടുത്ത് ചിലപ്പോൾ പെട്ടെന്നൊരു ജമ്പ് കിട്ടും. പക്ഷെ ആ മുകളിൽ നിന്ന് ചിലപ്പോൾ അതുപോലെ തന്നെ താഴോട്ട് വീഴും. ഇപ്പം ഞാൻ 43 വർഷമായി ബിസിനസ്സിൽ. എൻ്റെ മാപ്പ് മേലോട്ട് മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള വളർച്ച അത് എല്ലാ മേഖലകളിലും. ഞാനങ്ങനെ ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളല്ല. എൻ്റെ പാഷനും അതിനോടൊപ്പം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് ഫ്ലൂട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അല്ലാതെ എല്ലാ മേഖലയിലും കൈവയ്ക്കുന്നു. നമുക്ക് ആഗ്രഹമുള്ളത് എന്തും ചെയ്യുക. പിന്നെ എപ്പോഴും എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കുക, എന്തെങ്കിലും ഒന്ന് പുതിയതായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എൻ്റെ വൈഫും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ആൾ അവിടെ ജനിച്ചു വളർന്ന ആളാണ്. അപ്പോൾ ഞാൻ മലയാളം മിഷൻ്റെ പ്രസിഡന്റ് ആയതിനു ശേഷം ആൾ മലയാളം മിഷനിൽ ജോയിൻ ചെയ്തു. ഇന്നിപ്പോൾ അതിൻ്റെ ഒരു 3 പരീക്ഷ കഴിഞ്ഞു ആളുടെ. അപ്പോൾ ആ ലെവലിലേക്ക് എത്തി. അപ്പോൾ 10 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ ആൾ 7 വർഷത്തോളമായി ഇപ്പം. അത് ഒരു വലിയ ഇതായിട്ട് ഞാൻ കാണുന്നു. ഇപ്പം ഇന്ന് മലയാളം എഴുതാൻ പഠിച്ചു, വായിക്കാൻ പഠിച്ചു എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ആൾ വേറെയും പുതിയ ഓരോന്ന് പഠിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ആ രീതിയിലാണ് ജീവിതത്തെ കാണുന്നത്. മെഡിമിക്സും മേളവും ഒക്കെ എങ്ങനെ പോകുന്നു? നമ്മളുടേതായ, ഞാനാ പറഞ്ഞല്ലോ, ഞങ്ങളുടേതായ രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. കോമ്പറ്റീഷൻ ഉണ്ട് തീർച്ചയായിട്ടും. കോമ്പറ്റീഷൻ ഇല്ലാത്ത മാർക്കറ്റിൽ. പക്ഷെ അവിടെയും ഈ സിനിമയിൽ പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പോൾ സിനിമയിൽ നമ്മൾ പറഞ്ഞല്ലോ, ഈ OTTയും സാറ്റലൈറ്റും ഓവർസീസും വന്ന പോലെ തന്നെയാണ് ബിസിനസ്സിൽ വന്ന ഒരു വലിയ ട്രാൻസിഷൻ പീരിയഡാണത്. കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് നമ്മൾ അനുഭവിക്കുന്നത്. പ്രത്യേകിച്ച് ഇനിയുള്ള കാലം വളരെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്. ജനറൽ ട്രേഡിൽ നിന്ന് മോഡേൺ ട്രേഡിൽ നിന്ന് ഇ കോമേഴ്സിൽ നിന്ന് ഇപ്പോൾ ക്വിക്ക് കോമേഴ്സിൽ വന്ന് നിൽക്കുകയാണ്. 5 മിനിറ്റിലും 7 മിനിറ്റിലും ഡെലിവറി കൊടുക്കുന്ന രീതിയിലുള്ള. അപ്പോൾ നമ്മുടെ ജനറൽ ട്രേഡിൽ ബിസിനസ് തീർച്ചയായിട്ടും കുറയാൻ തുടങ്ങി.
എല്ലാവർക്കും മറ്റേ സ്ഥലത്ത് വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ഈ മാറ്റം ഉൾക്കൊണ്ട് വേണം ഇത് ബാലൻസ് ചെയ്യാനും പഠിക്കണം. നമുക്ക് ഇത് വേണ്ട അത് മതി എന്ന് പറഞ്ഞ് പോകാനും പറ്റില്ല. നമുക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. ആ രീതിയിലാണ് പോകുന്നത് AVA ഗ്രൂപ്പ്. AVA മാത്രമല്ല, എല്ലാ ബിസിനസ്സുകാരും ചെയ്യേണ്ടതാണ്. ഞങ്ങൾ പ്രത്യേകിച്ച് തീർച്ചയായിട്ടും നമുക്ക് പരമ്പരാഗത ട്രേഡേഴ്സിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാനും പറ്റില്ല. അവരെയും ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പോൾ അതിൻ്റെ ഒരു ചലഞ്ചാണ് ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ താങ്കൾ നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയായിരുന്നു. ഇപ്പൊ കെ ബാലേന്ദ്ര ഈ സിനിമയിൽ ഇത് പറഞ്ഞതും, മെഡിമിക്സ് കൊണ്ടു കടന്ന് വിൽക്കുന്ന ആളുടെ ഇതും, അതുപോലെ രജനീകാന്ത് പറഞ്ഞതും, വാണി ജയറാം പറഞ്ഞു, അതൊക്കെ വാസ്തവത്തിൽ വലിയൊരു ഈ സ്ഥാപനത്തിന് കിട്ടിയ വലിയൊരു അംഗീകാരം കൂടിയായിരുന്നല്ലോ അല്ലേ? അല്ല, തീർച്ചയായിട്ടും. ഞാനിപ്പോൾ നമ്മളുടെ കേരള ഗവർണർ, ഇപ്പോഴത്തെ ഗവർണറെ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ അത് ശിവഗിരിയിൽ വെച്ചാണ് ഞാൻ കാണുന്നത്. അദ്ദേഹം എന്നെ അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഐ എം ഫ്രം മെഡിമിക്സ്. ഉടനെ എന്നെ തോളത്ത് കൈയിട്ടിട്ട് പറയുന്നത്, ഐ യൂസ് ഓൺലി മെഡിമിക്സ് ആൻഡ് ഐ ലവ് ദ ഫ്രാഗ്രൻസ് ഓഫ് മെഡിമിക്സ് എന്നാണ് രാജേന്ദ്ര വിശ്വനാഥ്. അത് അങ്ങനെ എവിടെ ചെന്നാലും നമുക്ക് അങ്ങനെ ആളുകളിൽ നിന്നൊരു പ്രചോദനം കിട്ടുന്നുണ്ട്. ചീഫ് ജസ്റ്റിസുമാർ പറഞ്ഞിട്ടുണ്ട് എന്നോട്. അപ്പോൾ പല സ്ഥലത്തും ചെല്ലുമ്പോൾ അത് ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നത്തിൻ്റെ അതിനേക്കാളേറെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു അനുഭവം, ഞങ്ങളുടെ കോളേജിൻ്റെ ഒരു റീയൂണിയൻ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 35 വർഷത്തിന് ശേഷമായിരുന്നു അത്. അപ്പോൾ എല്ലാ അധ്യാപകരെയും വിളിച്ച് ഞങ്ങൾ ആദരിക്കുന്ന ഒരു ചടങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈവൻ ശ്രീ ജഗദീഷു എന്നെ പഠിപ്പിച്ചാണ്. അപ്പോൾ അദ്ദേഹം ഒക്കെ ഉണ്ട് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ മറ്റൊരു MG കോളേജ്. അപ്പോൾ അതിൽ വളരെ സീനിയർ ആയിട്ടുണ്ടായിരുന്ന കോമേഴ്സ് പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകൻ, വളരെ പ്രായമായി, ഇന്ന് അദ്ദേഹം ഇല്ല. അദ്ദേഹത്തിന് ഒരു മെമൻറ്റോ കൊടുക്കാൻ എൻ്റെ പേരാണ് വിളിക്കുന്നത്. അപ്പോൾ എന്നെ വിളിക്കുന്ന സമയത്ത് ഇങ്ങനെ മെഡിമിക്സിൻ്റെ MD ആണ് ഇപ്പോൾ, അങ്ങനെയാണ് ഇങ്ങനത്തെ പറഞ്ഞ് അനൗൺസ് ചെയ്തിട്ടാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അദ്ദേഹം കരയാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി, എന്താ അദ്ദേഹം അങ്ങനെ കരയുന്നതെന്ന്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാർ എന്താ പ്രശ്നം? അപ്പോൾ പറയാണ്, എൻ്റെ ഭാര്യയും ഞാനും മെഡിമിക്സ് മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. എൻ്റെ വൈഫ് എന്നോട് എപ്പോഴും പറയും, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതിൻ്റെ ഈ ഉടമസ്ഥനെ ഒന്ന് പരിചയപ്പെടാൻ പറ്റുമോ. ഞാൻ ഒരിക്കലും മനസ്സിലാക്കിയില്ല എൻ്റെ വിദ്യാർത്ഥിയായിരുന്നു അത് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക്. അതുപോലെ സഞ്ജീവന, അതിപ്പോൾ NABH അക്രഡിറ്റേഷനൊക്കെ കിട്ടി, ഒരു സമ്പൂർണ്ണ ആയുർവേദ ആശുപത്രിയും പോലെയാണ് അല്ലേ? അതെ. അത് വലിയ എറണാകുളത്താണ്, കാക്കനാടാണ്. പിന്നെ അതുപോലെ തമിഴ്നാട്ടിൽ ചെന്നൈയില് സഞ്ജീവനത്തിന്റെ സഞ്ജീവനം തുടങ്ങുന്നത് അവിടെയാണ്. ഭക്ഷണശാലയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കൊറോണ സമയത്ത് അതൊക്കെ നിർത്തി. ഇപ്പൊ ആയുർവേദം മാത്രമേ ഉള്ളൂ. അത് പിന്നെ ഭക്ഷണം അതാ പ്രകൃതി ഭോജനശാലയായിട്ടാ തുടങ്ങിയത്. ഞാൻ ആദ്യം തിരുവനന്തപുരത്ത് കദളീവനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അത് കദളീവനം എൻ്റെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അത് സഞ്ജീവനം എന്നുള്ള പേരിൽ അതേ ഭക്ഷണം ചെന്നൈയിൽ തുടങ്ങി. പിന്നെ ബാംഗ്ലൂരും കോഴിക്കോടും എല്ലാം തുടങ്ങിയിരുന്നു. പിന്നെ അത് നമുക്ക് പറ്റിയൊരു പണിയല്ല എന്ന് തിരിച്ചറിഞ്ഞു. അതിനോടുള്ള ആൾക്കാരുടെ താല്പര്യം നല്ല താല്പര്യമാണ്. ഇപ്പം അത് മൂടിയതിന് ശേഷം ചെന്നൈയിൽ ദിവസവും ആളുകൾ എന്നെ വിളിച്ച് പറയുകയാണ്, അത് തിരിച്ചു കൊണ്ടുവരണം. സെലിബ്രിറ്റീസ് ആയാലും ബിസിനസ് രംഗത്തുള്ളവരായാലും പിന്നെ പ്രത്യേകിച്ച് വെജിറ്റേറിയൻസ് ആയിട്ടുള്ള അവിടുത്തെ ബ്രാഹ്മിൻസ് കമ്മ്യൂണിറ്റിയൊക്കെ അവർ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിച്ചിരുന്നു. പക്ഷേ നമുക്കത് കൊണ്ടു നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നിർത്തിയതാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും അത് തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അവരെ സഹായിക്കാനും തയ്യാറാണ്. ബിസിനസ് രംഗത്ത് എന്തെങ്കിലും ഡൈവേർഷൻ, എന്തെങ്കിലും പുതിയ വലിയ പ്രോജക്റ്റ് വരുന്നുണ്ടോ? ഇല്ല, അങ്ങനെ വലിയ പ്രോജക്റ്റുകളൊന്നും എൻ്റെ മനസ്സിലില്ല. അപ്പം ഞാൻ മറ്റ് പ്രോജക്റ്റുകളിൽ വേണമെങ്കിൽ പങ്കാളിയാകാൻ തയ്യാറാണ്. അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എപ്പോഴും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല സ്റ്റാർട്ടപ്പുകൾ വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എനിക്കിനി ഒരു വലിയ റിസ്ക് എടുത്ത് ആ കാലമൊക്കെ കഴിഞ്ഞു. വിദ്യാഭ്യാസ രംഗത്തും കുറേ ക്ഷേമ പ്രവർത്തനങ്ങളും വിദ്യാർത്ഥികളെ കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഞാൻ ബോർഡിലുണ്ട്, അല്ലെങ്കിൽ ട്രസ്റ്റിയാണ്. പ്രത്യേകിച്ച് ചെന്നൈയിൽ ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ, കുമാരനാശാന്റെ പേരിലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ഥാപനമാണ്. അപ്പോൾ 10ഓളം വലിയ സ്ഥാപനങ്ങളുണ്ട്. CBSE സ്കൂൾ മുതൽ ദന്തൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജും മാനേജ്മെന്റ് കോളേജും ഒക്കെ ഉണ്ട് നമുക്ക്. അതിന്റെ ഗ്രൂപ്പ് വൈസ് പ്രസിഡന്റും കോളേജിന്റെ. അതുപോലെ ഇപ്പോൾ ഒരു പുതിയ തലമുറയെ ഗൈഡ് ചെയ്യുന്ന ചില പരിപാടികളും താങ്കൾക്കുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. അതെ, ഓൾ TS എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ്. പക്ഷെ അതിപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം അത് നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല. പക്ഷെ ആദ്യകാലത്ത് അതിൽ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ നമുക്ക് നല്ല മാതൃക ആയിട്ട് ജീവിക്കുന്നവരാണ് എന്ന് പറയാം. കേരളത്തിലും ഞാൻ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറഞ്ഞ എറണാകുളത്ത് ഒരു മെഡിക്കൽ കോളേജുണ്ട്. അപ്പോൾ അതിൻ്റെയും ബോർഡ് ഓഫ് ഡയറക്ടറാണ്. ഞാൻ കുറച്ചു കാലം അതിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ വിദ്യ എന്ന് പറഞ്ഞ എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. കുറേ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസ രംഗത്ത് ഞാൻ സജീവമായിട്ടുണ്ട്. അപ്പോൾ കുട്ടികളായിട്ട് ഇടപഴകാൻ കിട്ടുന്ന അവസരം എന്നെ സംബന്ധിച്ചോളം വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എന്നും ചെറിയ കുട്ടികളാണെങ്കിലും കോളേജ് വിദ്യാർത്ഥികളാണെങ്കിലും അപ്പോൾ എപ്പോൾ അവസരം കിട്ടിയാലും ഞാൻ കോളേജുകളിൽ കുട്ടികളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനൊക്കെ പോകാറുണ്ട്. ചെന്നൈയിലിരുന്ന് കേരളത്തിലേക്ക് നോക്കുമ്പോൾ എന്താ തോന്നുന്നത്?
അല്ല, കേരളം തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം തന്നെയാണ്. ബിസിനസ്സിന് പിന്നെ പരിമിതികളുണ്ടല്ലോ. നമുക്ക് വലിയ ഇൻഡസ്ട്രീസ് ഒന്നും കൊണ്ടുവരാനുള്ള സൗകര്യമില്ല. ഇവിടുത്തെ പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലുള്ള ബിസിനസ്സുകളെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആയുർവേദത്തിനും ടൂറിസത്തിനും ധാരാളം ഓപ്പർച്യൂണിറ്റി ഉണ്ട് ബയോടെക്നോളജി മേഖലകളിൽ. പിന്നെ IT നല്ല ഇതുണ്ട്. അത് ഇപ്പോഴും നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ഏറെ സാധ്യതകളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എറണാകുളത്തെ സഞ്ജീവനം പോലെ മറ്റെന്തെങ്കിലും കേരളത്തിൽ എന്തെങ്കിലും പുതിയ സംരംഭം ആലോചിക്കുന്നുണ്ടോ? ഞാൻ 1-2 പ്രോജക്റ്റുകൾ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അത് നടന്നില്ല. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ലോക കേരള സഭയുടെ സമയത്ത് ഞാൻ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തിരുന്നു. പക്ഷെ പിന്നെ പല കാരണങ്ങളെ കൊണ്ട് അത് നടന്നില്ല. നല്ല അവസരങ്ങൾ കിട്ടിയാൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉള്ള ഒരു മനസ്സുണ്ട് എനിക്ക്. കേരളത്തിൽ തന്നെയാണ് ഞാൻ കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. മേളം ബ്രാൻഡ് വാങ്ങിച്ചതും മേളത്തിൻ്റെ ഫാക്ടറി ഇവിടെയാണ്, അതിൻ്റെ എക്സ്പാൻഷൻ നടക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അതിൽ സംശയമൊന്നുമില്ല. ശിവഗിരിയിലെ ഇത്തവണ തീർത്ഥാടനത്തിലും ഒക്കെ വലിയ റോള് വഹിച്ചു. തീർത്ഥാടനത്തിൻ്റെ ചെയർമാനായിരുന്നു അല്ലേ? അവിടെ ഇടയ്ക്ക് പോകാറുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഗുരുദേവൻ തന്നെ എഴുതി വെച്ചൊരു കാര്യമുണ്ട്. ശിവഗിരി മഠത്തിന് ഒരു അഡ്വൈസറി ബോർഡ് വേണമെന്നുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ അഡ്വൈസറി മെമ്പറാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അതിനും ഇടയ്ക്കിടയ്ക്ക് പോകണം. അപ്പോൾ പക്ഷേ ഞാൻ പറഞ്ഞില്ല, അവിടെ ഒന്നും തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ഗുരുദേവൻ അന്നത്തെ കാലഘട്ടത്തിൽ ഗുരുദേവൻ്റെ പ്രവർത്തനങ്ങൾ, ചിന്താഗതികൾ, അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെ ആയാലും, അപ്പോൾ ഏകലോകം എന്നുള്ള ചിന്താഗതി ഉണ്ടല്ലോ, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത്. നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അതാണ് എന്നെ ആകർഷിച്ചിട്ടുള്ള ഒരു ഘടകം. ലോകം മുഴുവനും സഞ്ചരിക്കുമ്പോഴെല്ലാം എല്ലാവരും ഒന്നിച്ച് കാണുക എന്നുള്ള ഒരു ചിന്തയിലുള്ള ആളാണ്. അത് തന്നെയാണ് എൻ്റെ ഭാവി ചിന്ത. താങ്കളുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് താങ്കളുടെ കാഴ്ചപ്പാടുകൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരണമാണ്. അത് നല്ല രീതിയിൽ തുടരട്ടെ. എല്ലാ ആശംസകളും. നന്ദി.